ഹായ് എവരി വൺ, വെൽക്കം ടു PK ടോക്സ്. കേരള യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെം ഡിഗ്രി എക്സാമിൻ്റെ ടൈം ടേബിളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നവംബർ 23 മുതലാണ് എക്സാം തുടങ്ങുന്നത്. ഡിസംബർ ലാസ്റ്റ് വീക്ക് വരെയൊക്കെ എക്സാം ഉണ്ട്. അപ്പം ഈ എക്സാമിന്, അതായത് സെക്കൻഡ് സെമ്മിന് നടക്കുന്ന നവംബർ 23 തുടങ്ങുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കോവിഡ് ആയതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ആ വ്യത്യാസം എന്തൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയറും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 4 സെക്ഷൻസാണുള്ളത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി, ഇങ്ങനെ 4 പാർട്ടുകൾ. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഓൾഡ് പാറ്റേൺ രീതി എന്ന് പറഞ്ഞാൽ പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ഓരോ മാർക്ക് വെച്ച് അതെല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. പാർട്ട് ബിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനകത്തുനിന്ന് 8 എണ്ണം എഴുതിയാൽ മതി, ഓരോ ആൻസറിനും 2 മാർക്ക് വെച്ചിട്ട്. ഇനി പാർട്ട് സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ നിന്ന് 6 എണ്ണം എഴുതണം, ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതം. പാർട്ട് ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ, അവിടെ 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനകത്ത് നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതണം, ഒരെണ്ണത്തിന് 15 മാർക്ക്. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ പഴയ രീതിയിൽ. ഇപ്പോൾ ഇവിടെ കോവിഡ് ആയതുകൊണ്ട് ഈ പാറ്റേണിന് ചെറിയൊരു മാറ്റം വരുത്തി. ആ മാറ്റം ഇങ്ങനെയാണ്: പാർട്ട് എ, ബി, സി, ഡി, ഇങ്ങനെ 4 പാർട്ടുണ്ട്. അതിനൊന്നും മാറ്റമില്ല. അതിൽ ഒന്നാമത്തെ പാർട്ടിന്, അതായത് പാർട്ട് എ എന്ന് പറയുന്നിടത്ത് ചേഞ്ച് ഒന്നുമില്ല. അവിടെ പഴയതുപോലെ തന്നെ 10 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ച്. ഇനി പാർട്ട് ബി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നേരത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, നേരത്തെയാണെന്നുണ്ടെങ്കിൽ 12 ക്വസ്റ്റ്യനിൽ നിന്നായിരുന്നു 8 എണ്ണം എഴുതേണ്ടിയിരുന്നത്. അത് മാറ്റി 16 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ നിന്ന് 8 എണ്ണം എഴുതിയാൽ മതി, ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ട്. എന്ന് പറഞ്ഞാൽ ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ പകുതി എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി, പകുതി എണ്ണം ചോയ്സായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പഠിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു പോർഷൻസ്, 1-2 പോർഷൻസ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ആ രീതിയിലായിട്ടുണ്ട്. ഇനി പാർട്ട് സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്ന് 6 എണ്ണം എഴുതിയാൽ മതി. നേരത്തെ ആയിരുന്നെങ്കിൽ 8 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്ത് നിന്ന് 6 എണ്ണമായിരുന്നു എഴുതിയിരുന്നത്, ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതം. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 12 എണ്ണത്തിൽ പകുതി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. പകുതി നമുക്ക് ചോയ്സായിട്ട്, അല്ലെങ്കിൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. അതായത് നേരത്തെ പറഞ്ഞതുപോലെ 16 എണ്ണത്തിൽ നിന്ന് 8 എണ്ണം എഴുതുന്നത് പോലെ ഇവിടെ 12 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനകത്ത് നിന്ന് 6 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ. ഇനി അതേ കണക്ക് പാർട്ട് ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തവും 6 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിന്ന് 2 എണ്ണം എഴുതിയാൽ മതി. നേരത്തെ ആയിരുന്നെങ്കിൽ 4 ക്വസ്റ്റ്യൻ ആയിരുന്നു, അതിൽ നിന്നായിരുന്നു 2 എണ്ണം എഴുതണ്ട. അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഉള്ള ക്വസ്റ്റ്യനകത്ത് നിന്ന് പകുതി മതി, അതായത് 6 എണ്ണം തന്നിട്ട് അതിൽ നിന്ന് 2 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടി വരിക. നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ട ഇത് പകുതി മാത്രം ആൻസർ ചെയ്താൽ മതി. ആ ഒരു രീതിയിലോട്ട് മാറി. എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു 8 പോയിൻറ്റ്സ് എബോ ഗ്രേഡ് വാങ്ങിക്കുന്ന ഒരാൾക്ക് അവരുടെ ഗ്രേഡ് ഉയർത്തി 9 പോയിൻറ്റിന് മുകളിലോട്ട് കൊണ്ടുവരാനുള്ളൊരു അവസരമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്, നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക്. ഇനി ഒരുപക്ഷെ പഠിത്തത്തിൽ ഇച്ചിരി പിറകിലാണെങ്കിൽ കൂടിയും അവർക്ക് സപ്ലി ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റും. അതായത് പഠിത്തത്തിൽ പിറകിലെന്ന് പറയുമ്പോൾ അവർ വളരെ കുറച്ച് മാത്രമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ആ കുറച്ച് പഠിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്, അതിൻ്റെ പകുതി മാത്രം എഴുതിയാൽ മതി. ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ കൂടിയും നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്ന രീതിയിൽ ആണ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ വരുമ്പോൾ സപ്ലി കിട്ടാനുള്ള ചാൻസും കുറയും. നല്ലതുപോലെ പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രേഡ് ഉയർത്തിക്കൊണ്ടുവരാനും പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു പാറ്റേൺ ഈ കോവിഡ് ടൈമിൽ മാത്രമേ ഉള്ളൂ. കോവിഡ് ടൈം കഴിയുമ്പോഴത്തെ പഴയ രീതിയിലോട്ട് മാറും. S2ൻ്റെ എക്സാം ഏതാണ്ട് ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും, ഈ പുതിയ പാറ്റേണിൽ തന്നെയായിരിക്കും നടത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സമയത്ത്, അതായത് S2ൻ്റെ എക്സാമിന് നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്താൽ
ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും നിങ്ങളുടെ ടോട്ടൽ CGPAയിൽ ഇച്ചിരി ഉയർന്നു നിൽക്കും. അതുകൊണ്ട് ഈ ഉള്ള സമയത്ത് മാക്സിമം കാര്യങ്ങൾ പഠിച്ച് മാക്സിമം മാർക്ക് ഈ S2-ൽ നേടാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുകയാണെന്നുണ്ടുള്ള ഗുണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി വരാൻ പോകുന്ന S3-ഓ S4-ഓ S5-ഓ അല്ലെങ്കിൽ S6-ഓ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെ ആകണമെന്നില്ല, പഴയ പാറ്റേണിലോട്ട് മാറും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഇച്ചിരി മാർക്ക് കുറഞ്ഞാലും ഇവിടെ ഈ S2-ൻ്റെ ടൈമിൽ നിങ്ങൾ മാർക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ CGPAയിൽ അല്ലെങ്കിൽ ടോട്ടൽ ഗ്രേഡിനകത്ത് മാറ്റം കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അപ്പം പഠിക്കുന്നവർക്ക് അവരുടെ ഗ്രേഡ് നല്ല രീതിയിൽ ഉയർത്താനും ഇത്തിരി പിറകിൽ നിൽക്കുന്നവർക്ക് സപ്ലി ഇല്ലാതെ രക്ഷപ്പെടാനും ഈ ഒരു പാറ്റേൺ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഉള്ള സമയത്ത് മാക്സിമം പഠിച്ച് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.